ഹലോ ഗൈസ്, അനിമെൻ്റർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാകുറ ബച്ചിയുടെ ചാപ്റ്റർ 6 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഈ എക്സ്പ്ലനേഷൻ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല ഗൈസ്. ഈ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ മാങ്ക ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ചറ പറയാന്നിരുന്ന ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്താണെങ്കിലും നിങ്ങൾ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ആ ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. ഇത്രയൊക്കെ മതി ഗൈസ്. ഈ ലെവലിലൊക്കെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വേണേൽ ഡെയിലി 2 വീഡിയോ ഇടും. അപ്പോൾ നമുക്കിനി നേരെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഈ ശത്രുക്കളെ മുന്നിൽ കണ്ടപ്പോഴത്തേക്ക് ചിഹിരോ ആ എൻഡൻ ബ്ലേഡ് ഇങ്ങനെ കയ്യിലെടുക്കാൻ തുടങ്ങുന്നുണ്ട്. പബ്ലിക്കിൽ വന്ന് ഇങ്ങനൊക്കെ കാണിക്കാൻ ഈ നാറുകൾക്ക് ചില്ലറ ധൈര്യമൊന്നും പോരാ. ഷാർ ഈ കാറ് വിട്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. സോയുമാർ അവളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടാവാൻ വഴിയില്ല. ചിഹിരോ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഈ ഇപ്പുറത്തെ സൈഡിലെ കാറിലുള്ളവന്മാരൊക്കെ ഇങ്ങനെ മെൽറ്റ് ആവുന്നുണ്ട്, ഈ ക്രീപ്പി ആയിട്ടുള്ളവന്മാർ. ഇപ്പൊ ഇവന്മാരെല്ലാം കൂട്ടമായിട്ട് ചെളി പോലങ്ങായിട്ട് ചിഹിരോയുടെ കാറിലേക്ക് ഇടിച്ചങ്ങ് കയറുകയാണ്. ഇപ്പൊ ഇവന്മാരെല്ലാം ഇങ്ങനെ ചെളി പോലെ ചിഹിരോയുടെ കാറിനെ അങ്ങ് പൊതിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഇവന്മാരുടെ എല്ലാം ഹെഡായിട്ടുള്ള മന്ത്രവാദി പറയുന്നുണ്ട്, കിട്ടിയടാ നിന്നെ. ഇപ്പൊ ഉടൻ തന്നെ ചിഹിരോ കാറിന്റെ റൂഫ് സ്ലാഷ് ചെയ്തിട്ട് ഷാറിനെയും കൊണ്ട് മേളിലേക്ക് ജമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം കാണുന്ന മെയിൻ മന്ത്രവാദി പറയുന്നുണ്ട്, നിന്റെ കയ്യിൽ ആ എൻചാന്റഡ് ബ്ലേഡ് ഉണ്ടല്ലോ. ഇപ്പൊ യുവന്മാർ ഈ ചിഹിരോയെ ഷാറിനെയും തേടിയെത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോജോ ആണെങ്കിൽ ഈ അണ്ടർവേൾഡ് ഓർഗനൈസേഷൻസുമായിട്ട് കണക്ഷൻ ഉള്ള എല്ലാവർക്കും ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. അതായത് കയ്യിൽ എൻചാന്റഡ് ബ്ലേഡ് ഉള്ള, മുഖത്ത് മുറിപ്പാടുള്ള ഒരുത്തൻ ഒരു കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ആ കൊച്ചിനെയും മറ്റവന്റെ കയ്യിലുള്ള എൻചാന്റഡ് ബ്ലേഡും കൊണ്ടു തരുന്നവന്മാർക്ക് യുവന്മാരെല്ലാം ആ ബൗണ്ടി കളക്ട് ചെയ്യാനായിട്ട് വന്ന ആൾക്കാരാണ്. ഇപ്പൊ ഹിനാവോ ആണെങ്കിലും ഈ മെസ്സേജ് കാണുന്നുണ്ട്. അവള് പറയുന്നുണ്ട്, ഇത് ഭയങ്കര കുഴപ്പമാണ്, ടോക്കിയോയിലുള്ള എല്ലാ മന്ത്രവാദികളും ഇനി ഇവരെ തപ്പി ഇറങ്ങും. സോ അവൾ എത്രയും പെട്ടെന്ന് ചിഹിരോയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ചിഹിരോ അവിടെ നെട്ടോട്ടത്തിലാണല്ലോ. നല്ലോണം മുറുക്ക പിടിച്ചോന്ന് ഷാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇപ്പൊ അവൻ അവളെ എടുത്തുകൊണ്ട് ജമ്പ് ചെയ്യാനായിട്ട് പോവാണ്. നീ അങ്ങനെ ഞങ്ങളുടെ അടുത്തൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഇപ്പൊ ആ മെയിൻ മന്ത്രവാദി പറയുന്നുണ്ട്. ഇപ്പൊ അയാളുടെ കമാൻഡ് കിട്ടുമ്പോഴത്തേക്ക് ആ കാറിൽ പറ്റി പിടിച്ചിരുന്നവന്മാരെല്ലാം കൂടി ഇപ്പൊ ചിഹിരോയെയും ഷാറിനെയും ഫോളോ ചെയ്യുന്നുണ്ട്. ചിഹിരോ ആണെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ലാഷ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഓടി വരുന്നവന്മാരാണെങ്കിൽ കണ്ടം തുണ്ടം വെട്ടി മുറിഞ്ഞ് മറിഞ്ഞ് താഴെ വീഴുന്നുണ്ട്. പക്ഷെ വെട്ടിയിട്ട് കാര്യമില്ല, ഈ ചെളിയുടെ മണ്ടയ്ക്ക് വെട്ടുന്ന പോലെ ഉള്ളൂ. ഇപ്പൊ ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവന്മാരെ ആരെങ്കിലും ഹ്യൂമൻ ഫോമിൽ ഇങ്ങനെ ചെളി വെച്ച് ഉണ്ടാക്കിയതാണോ? ഇപ്പൊ ഈ മെയിൻ മന്ത്രവാദി പറയുന്നുണ്ട്, എൻചാന്റഡ് ബ്ലേഡ്സ്, ഞാൻ ഇതിന്റെ ശക്തി എന്താണെന്ന് ആ യുദ്ധത്തിൽ വെച്ച് കണ്ടതാ, ഭയങ്കര ഇംപ്രസീവ് ആണ്. ഈ ഭൂമിയിൽ ഒരു നരകം തന്നെ തീർത്ത ആ വലിയ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പവർ എൻചാന്റഡ് ബ്ലേഡ്സിനുണ്ടായിരുന്നെന്ന് ഈ മന്ത്രവാദി പറയുന്നു. ഇവരപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നോ എന്ന് ഇപ്പൊ ചിഹിരോ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ഈ മന്ത്രവാദി വീണ്ടും പറയുന്നുണ്ട്, സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 6 എൻചാന്റഡ് ബ്ലേഡ്സിനും ഒരേപോലെയുള്ള സ്ട്രോങ് പവർ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇപ്പൊ ഇയാൾ ചിഹിരോയെ ഒന്ന് ഊതുകയാണ്. അതായത് ഈ വാളിന് ഇനിയും പവർ ഇല്ലാഞ്ഞിട്ടാണോ അതോ ഇത് പിടിച്ചിരിക്കുന്ന ഇവൻ ഇതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ അറിയാത്തവനായതുകൊണ്ടാണോ എന്ന്. ഇപ്പൊ ഇവന്മാർ വീണ്ടും ചിഹിരോയ്ക്ക് നേരെ അടുക്കുന്നുണ്ട്. ചിഹിരോ ഇവന്മാരെ വെട്ടിക്കളയുന്നുണ്ട്. പക്ഷെ ഇവന്മാരെപ്പം തന്നെ റീജനറേറ്റ് ആവുകയാണ്. ഇവന്മാരെല്ലാം വെറും പാവകളാണ്. ഇവന്മാരെ നിയന്ത്രിക്കുന്ന ഈ മെയിൻ മന്ത്രവാദിയെ കൊന്നു കളഞ്ഞെങ്കിൽ മാത്രമേ ഈ റീജനറേഷൻ അവസാനിക്കൂ എന്ന് ചിഹിരോ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ഷാർ പെട്ടെന്ന് ചിഹിരോയുടെ കയ്യിൽ നിന്ന് ഡ്രോപ്പ് ആയി പോകുന്നുണ്ട്. അവനിപ്പോ അവളെ ചേർത്ത് പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ ഉടനെ ഒരു മന്ത്രവാദി വന്നിട്ട് ചിഹിരോയുടെ തലയിലേക്ക് ഇങ്ങനെ കൈവെക്കുന്നുണ്ട്. പക്ഷെ ഈ വന്നിരിക്കുന്നവൻ ഇവരെ നിയന്ത്രിക്കുന്ന ആ മന്ത്രവാദിയല്ല, പുതിയൊരാളാണ്. ഇപ്പൊ അവൻ വന്ന് തൊടുമ്പോഴത്തേക്ക് ചിഹിരോയുടെ കൃഷ്ണമണി വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് അവന്റെ അച്ഛനും അവനും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു മെമ്മറി അവന്റെ മനസ്സിലേക്ക് വരികയാണ്. അവന്റെ അച്ഛൻ ഫുഡ് കിടിലമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇപ്പോൾ എൻജോയ് യുവർ മീൽ എന്ന് പറയുന്നു. അവൻ്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച ഡൈനിങ് ടേബിളിൻ്റെ മുന്നിലിരിക്കുന്ന പോലൊരു വിഷ്വൽ അവൻ കാണുകയാണ്. അപ്പോൾ ഇതേ വിഷ്വൽസ് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും 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 റിപ്പീറ്റ് കാണുകയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ചിഹിരോ ആകെ മെൻ്റലി തളർന്ന് ആ വാള് താഴെ ഇട്ടിട്ട് ഇങ്ങനെ മുട്ടുകുത്തി അവിടെ ഇരിക്കുകയാണ്. ഇതിപ്പോൾ എത്ര മണിക്കൂർ കടന്നുപോയി എന്ന് അവൻ ചോദിക്കുന്നു. 4 സെക്കൻഡേ ആയിട്ടുള്ളൂ എന്ന് ഇപ്പോൾ ആ മന്ത്രവാദി പറയുന്നുണ്ട്. നിനക്ക് പക്ഷേ അത് ഒരുപാട് ഡ്യൂറേഷൻ ആയിട്ട് ഫീൽ ചെയ്തല്ലേ എന്ന് ഇയാളിപ്പോൾ ചോദിക്കുന്നു. ഇത് മറ്റേ ആ നറൂട്ടോയിലെ കൈൻഡ് ഓഫ് ജുറ്റ്സു ആണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ ആ ട്രോമയിൽ നമ്മളെ കുറേ നേരം ലോക്കാക്കി ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ ഷാറിനെ ഇവന്മാർ പിടിച്ചിട്ടുണ്ട്. അവളാണെങ്കിൽ ആകെ തളർന്ന് ഇങ്ങനെ ഛർദ്ദിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. ആ കഴിച്ച ഫുഡ് മൊത്തം ഛർദ്ദിച്ചെന്ന് തോന്നുന്നു. ഇവളെ കാറിൽ ഒളിപ്പിച്ചത് എന്തൊരു മണ്ടൻ ഐഡിയ ആയി പോയടാന്ന് ഇപ്പൊ ഇവന്മാർ ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്. ഇവന്മാര് ഷാറിനെയും പിടിച്ചോ? ഇപ്പൊ ഈ മന്ത്രവാദി പറയുന്നുണ്ട്, അയാളുടെ ട്രിക്ക് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഇൻഡക്ഷൻ ആണ്. ബ്രെയിൻ വേവ്സിന്റെ മൂവ്മെന്റ് വെച്ചിട്ട് ഇയാൾക്ക് മനുഷ്യരെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഇവൻ സ്പോട്ട് ചെയ്തത്. അതുപോലെ ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ ഒരാളുടെ ബ്രെയിൻ വേവ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരുടെ മൈൻഡിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസ് ഇങ്ങനെ പ്ലേ ചെയ്യിച്ച് അവരെ മാനസികമായിട്ട് തളർത്താനും ഇവന് പവറുണ്ട്. നിനക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലല്ലേ? പേടിക്കണ്ട, അത് നോർമലാണ്. നിന്റെ ബ്രെയിൻ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ആ ഷാറിനെ പിടിച്ചോണ്ട് നിൽക്കുന്ന മന്ത്രവാദി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ക്യോനാഗി ക്ലാനിലെ അവശേഷിക്കുന്ന ഒരേ ഒരു കണ്ണിയാണ് ഇവൾ അല്ലേ എന്ന്. മുൻപ് ആ സോജോ കൊടുത്ത മെസ്സേജിലും ക്യോനാഗി എന്നുള്ളൊരു ഫാമിലി നെയിം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവളെ
നമുക്ക് അങ്ങ് തിന്നാലോ എന്ന് ആ മന്ത്രവാദി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആ ട്രോമ ഉണ്ടാക്കുന്ന മന്ത്രവാദി മറ്റവനോട് പറയുന്നുണ്ട്, ചുമ്മാ മണ്ടത്തരം പറയല്ലേ, നമുക്ക് വേണ്ടത് കാശാണ്. അതുമാത്രമല്ല, ഈ ക്യോനാഗി ക്ലാനിൽ പെട്ടവരുടെ മാംസം കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മോർട്ടൽ ആവും എന്ന് പറയുന്ന തിയറിയൊക്കെ വെറും മണ്ടത്തരമാണെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു അന്ധവിശ്വാസം കാരണം വൈപ്പ് ഔട്ട് ആയി പോയൊരു ക്ലാനാണ് ഗൈസ് നമ്മുടെ ഷാറിൻ്റെത്. അപ്പൊ ഇങ്ങനൊരു ഫേക്ക് തിയറിയുടെ പേരിലാണ് ഒരു ക്ലാൻ മൊത്തത്തിൽ നശിച്ചതെന്ന് ഇപ്പൊ മറ്റേ മന്ത്രവാദി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ സമയത്ത് നമ്മുടെ ചിഹിരോ ആ വാൾ എടുക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവന് കൈ അനക്കാൻ പറ്റുന്നില്ല. അപ്പൊ സോജോയ്ക്ക് ഈ കൊച്ചിനെയും കൊണ്ട് എന്താ ആവശ്യം, നീ അവളെ ഇങ്ങോട്ട് തന്നേ. ഇപ്പൊ ആ ട്രോമ ഉണ്ടാക്കുന്നവനാണെങ്കിൽ ഷാറിന്റെ ആ കുഞ്ഞി കാല് പിടിച്ചിട്ട് ഞെരിച്ചൊടിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ ഈ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന എബിലിറ്റിയിൽ നിന്നാണ് ഈ ക്യോനാഗി ക്ലാനിലെ പറ്റിയുള്ള ആ റൂമേഴ്സ് മൊത്തം ഉണ്ടായതെന്ന് ഈ മന്ത്രവാദി പറയുന്നു. ഇപ്പൊ ആ എബിലിറ്റി എന്താന്ന് നോക്കിക്കഴിഞ്ഞാല് ഇവൻ പിടിച്ചൊടിച്ച് ആ ഷാറിന്റെ കാല് ഇപ്പൊ വളരെ പെട്ടെന്ന് ഹീൽ ചെയ്യുന്നുണ്ട്. ഓ, ഈ മുറിവ് ഹീലാവുകയാണല്ലോ. ക്യോനാഗി ക്ലാനിലുള്ളവർക്ക് ഇങ്ങനെ കുറെ സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. ഈ പവേഴ്സ് വെച്ച് സോജോയ്ക്ക് എന്തോ ചെയ്യാനുണ്ടെന്ന് ഇവൻ പറയുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഷാറിന്റെ കാല് ഫുള്ള് ഹീലായി. എന്നാലും എന്തായിരിക്കും അവൻ ചെയ്യാൻ പോകുന്നതെന്ന് മറ്റേ മന്ത്രവാദി ചോദിക്കുന്നു. ഇപ്പൊ അവൻ പറയുന്നു, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു കാര്യം അറിയാം, ഈ കൊച്ചിന് ഇനി കുറേ നാളത്തേക്ക് എന്തായാലും സമാധാനമായിട്ടൊരു ജീവിതം ഉണ്ടാവില്ല. എല്ലാം നിന്റെ ഈ ചോരയുടെ കുഴപ്പമാടി മോളെ. ഇപ്പൊ മറ്റവനാണെങ്കിൽ ഈ ഷാറിനെ എടുത്തോണ്ട് പോയിട്ട് കുറച്ചുകൂടെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ട് ഈ ഹീലിംഗ് ലെവലിന്റെ ഇന്റൻസിറ്റി നോക്കാനായിട്ട് പോവാണ്. ഇപ്പൊ ഈ ട്രോമാ തെണ്ടിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഒരു കാര്യം മറന്നല്ലോ, നിന്റെ ഈ വാളും ഞങ്ങൾക്ക് വേണം. ഇപ്പൊ മറ്റവനാണെങ്കിൽ ഷാറിനെ എടുത്തോണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പൊ ചിഹിരോ ആണെങ്കിൽ നിന്റെ ആ വൃത്തികെട്ട കൈ കൊണ്ട് എന്റെ കറ്റാനയിൽ തൊടാതടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള മറ്റേ ചെറിയ സോഡ് എടുക്കുന്നുണ്ട്. എന്തോന്ന്, നിന്റെ കയ്യിൽ ഒരു ചെറിയ സോഡും ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല, നിന്റെ പണി ഞാൻ ഇപ്പൊ തീർത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മന്ത്രവാദി ചിഹിരോയ്ക്ക് നേരെ വാള് വീശുന്നതിന് മുമ്പേ തന്നെ ചിഹിരോ അവന്റെ കൈ വെട്ടി അരിഞ്ഞു. നിനക്കെങ്ങനെ ഈ അവസ്ഥയിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു ഇവൻ അമ്പരക്കുന്നുണ്ട്. ഇപ്പൊ ചിഹിരോ പറയുന്നുണ്ട്, നീ ഇപ്പൊ എന്നെ തളർത്താൻ വേണ്ടിയിട്ട് കാണിച്ച ആ സീൻ ഉണ്ടല്ലോ, എന്റെ അച്ഛൻ മരിക്കുന്ന സീൻ, ആ ഒരു ദിവസമാടാ എന്റെ ഉള്ളിലെ പകയെ ആളി കത്തിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ അവന്റെ ആ മുറിഞ്ഞു പോയ കയ്യിൽ നിന്ന് താഴേക്ക് വീണ എന്റെ ഇങ്ങനെ ക്യാച്ച് പിടിച്ചിട്ട് ചിഹിരോ പറയുന്നുണ്ട്, സോ നീ ഇപ്പൊ ചെയ്ത ഈ മന്ത്രവാദം എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആയിരുന്നു. ഇപ്പൊ ആ 3 കളറുള്ള ഗോൾഡ് ഫിഷിന്റെ അറ്റാക്ക്, അതായത് നിഷിക്കി വെച്ചിട്ട് ചിഹിരോ അവന്റെ കഴുത്തരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവന്റെ തലയാണെങ്കിൽ ഇങ്ങനെ എയറിൽ പറക്കുകയാണ്. ഇപ്പൊ ഈ ചെളി കൊണ്ടുള്ള ക്ലോൺസ് എല്ലാം കൂടി ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ അവന്മാരെ എല്ലാം വെട്ടി അരിഞ്ഞുകൊണ്ട് ഇടയ്ക്കൂടെ ചിഹിരോ നല്ല ഫാസ്റ്റ് ആയിട്ട് വരികയാണ്. ഇപ്പൊ ആ മെയിൻ മന്ത്രവാദി ആണെങ്കിൽ വാടാന്ന് പറഞ്ഞുകൊണ്ട് ചിഹിരോയ്ക്ക് നേരെ കൂടുതൽ ആ ക്ലോൺസിനെ ഉണ്ടാക്കി വിട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചിഹിരോ ആണെങ്കിൽ എല്ലാവന്മാരെ അവിടെ നിന്ന് ചുഴറ്റി അരിഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവൻ ചിന്തിക്കുന്നുണ്ട്, ഇവൻ എന്ത് ഫാസ്റ്റ് ആണെന്ന്. ഇപ്പൊ ആ മന്ത്രവാദി ആണെങ്കിൽ ഷാറിനെ ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ടല്ലോ, എടാ നിനക്ക് ഈ കൊച്ചിനെ ജീവനോടെ വേണമെങ്കിൽ നീ എന്നവൻ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ തന്നെ അവന്റെ കൈയും തലയും എല്ലാം ചിഹിരോ വെട്ടി അരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഷാറാണെങ്കിൽ താഴേക്ക് വീഴുന്നു. ചിഹിരോ ഇപ്പൊ അവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇപ്പൊ ചിഹിരോ ഇവളോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിന്റെ ബോഡിക്ക് ഇങ്ങനെ സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അവർ നിന്നെ പിടിക്കാനായിട്ട് നടക്കുന്നത്. അതേപോലെ തന്നെ ഈ കാര്യം നീ ഞാൻ ചോദിച്ചപ്പോൾ പറയാഞ്ഞത്, അവര് ചെയ്ത പോലെ ഞാനും നിന്റെ പവറിനെ ചിലപ്പോൾ മുതലെടുക്കാൻ ശ്രമിക്കുമെന്ന് പേടിച്ചിട്ടല്ലേ? അതേന്ന് ഇപ്പൊ ഷാറ് പറയുന്നുണ്ട്. പക്ഷേ ചിഹിരോ ചിന്തിക്കുന്നുണ്ട്, അതായത് ഈ കാറ് ആ സിഗ്നലിൽ നിർത്തുന്നതിന് മുമ്പായിട്ട് ഷാറ് ചിഹിരോയോട് എന്തോ പറയാനായിട്ട് തുടങ്ങിയിരുന്നല്ലോ കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ അല്ലേ നീ എന്നോട് പറയാനായിട്ട് തുടങ്ങിയത്, നിനക്കൊടുവിൽ എന്നെ വിശ്വാസമായി അല്ലേന്ന് ഇപ്പൊ ചിഹിരോ ചോദിക്കുന്നു. അതേന്ന് ഇപ്പൊ ഷാർ അതിനും മറുപടി പറയുന്നുണ്ട്. ഇപ്പൊ അവളുടെ വയറാണെങ്കിൽ വീണ്ടും ഇങ്ങനെ കിടന്ന് മൂളുന്നുണ്ട്. കാര്യം കുറച്ചു മുമ്പ് ഈ കഴിച്ചതെല്ലാം വാള് വെച്ച് പോയല്ലോ. ഇപ്പൊ ചിഹിരോ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോ നല്ലപോലെ വിശക്കുന്നുണ്ടല്ലേ? സാരമില്ല, ഞാൻ ദേ കഴിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന സാൻഡ്വിച്ച് ഉണ്ട്, നീ അത് കഴിച്ചോ. ഇപ്പൊ ഈ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ട് സാൻഡ്വിച്ച് ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് ചിഹിരോ പറയുന്നു. അതേപോലെ തന്നെ ഈ ഫൈറ്റിനിടയിൽ പെട്ടിട്ട് ഷാറിനാകെ ബുദ്ധിമുട്ട് സംഭവിച്ചതിൽ ചിഹിരോ സോറി പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷാർ ആ സാൻഡ്വിച്ചും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഹാപ്പി എൻഡിങ് പാനലിൽ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഈ വീഡിയോയ്ക്ക് തരിക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാവും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.